ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ലോകമെമ്പാടും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ജപ്പാനിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റയോ ടാറ്റ്സുഗിയുടെ ജൂലൈ 5 പ്രവചനം എന്താകും എന്നുള്ളതാണ്. നമ്മൾ ഈ സംസാരിക്കുന്നത് ഒരു സാധാരണ വിഷയത്തെക്കുറിച്ചല്ല, ഭാവിയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അനന്തമായ ആകാംക്ഷയെക്കുറിച്ചും ചിലപ്പോൾ നമ്മളെ അമ്പരിപ്പിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ്. ജൂലൈ 5 എന്ന തീയതി ലോകമെമ്പാടും, പ്രത്യേകിച്ച് ജപ്പാനിൽ വലിയൊരു ആശങ്കയായി മാറിയിരിക്കുകയാണ്. കാരണം ഒരു മാങ്ക കലാകാരിയുടെ പ്രവചനമാണ്. ആരാണ് ഈ മാങ്ക കലാകാരി? റയോ ടാറ്റ്സുഗി എന്നാണ് അവരുടെ പേര്. എന്താണ് അവരുടെ പ്രവചനം? അത് എങ്ങനെയാണ് ലോകത്തെ, പ്രത്യേകിച്ചും ജപ്പാനെ ഇത്രയധികം സ്വാധീനിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് തേടാൻ പോകുന്നത്. റയോ ടാറ്റ്സുഗി വെറും ഒരു മാങ്ക ആർട്ടിസ്റ്റ് മാത്രമല്ല. അവരെ ജപ്പാൻ്റെ ബാബ വാങ്ക എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ബൾഗേറിയൻ പ്രവാചകയായ ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ലോകമെമ്പാടും ചർച്ചയായതുപോലെ റയോ ടാറ്റ്സുഗിയുടെ പ്രവചനങ്ങളും ജനശ്രദ്ധ നേടുകയാണ് സുഹൃത്തുക്കളെ. റയോ ടാറ്റ്സുഗിക്ക് സ്വപ്നങ്ങളിലൂടെ ഭാവിയെ കാണാൻ കഴിയുമെന്നാണ് അവരുടെ അവകാശവാദം. ഈ സ്വപ്നങ്ങളിൽ കണ്ട കാര്യങ്ങൾ അവർ തങ്ങളുടെ മാങ്ക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ദ ഫ്യൂച്ചർ ഐ സോ എന്ന അവരുടെ മാങ്ക പുസ്തകമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 1999 പുറത്തിറങ്ങിയ ഈ പുസ്തകമാണ് ഇപ്പോൾ ഈ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. അവരുടെ മുൻകാല പ്രവചനങ്ങൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്നതിലാണ് ഈ ആശങ്കകളുടെ എല്ലാം തുടക്കം. 1995 ഗ്രേറ്റ് ഹാൻഷിൻ ഭൂകമ്പം, ഇത് അവർ നേരത്തെ തന്നെ മുൻകൂട്ടി സ്വപ്നത്തിൽ കണ്ടിരുന്നുവെന്നും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1991 ഫ്രെഡി മെർക്കുറിയുടെ മരണം, ക്വീൻ ബാൻഡിൻ്റെ ഇതിഹാസ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം അവർ സ്വപ്നത്തിൽ കണ്ടിരുന്നു, അതും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1997 ഡയാന രാജകുമാരിയുടെ മരണം, ഈ ദുരന്തവും അവരുടെ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നു. 2011 തോഹോക്ക് ഭൂകമ്പവും സുനാമിയും അവരുടെ ഏറ്റവും ഞെട്ടിക്കുന്ന പ്രവചനങ്ങളിലൊന്നാണ്. അവരുടെ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ തന്നെ മഹായുദ്ധം 2011 മാർച്ച് എന്ന് രേഖപ്പെടുത്തിയിരുന്നു. 2011 മാർച്ച് 11 ജപ്പാനെ തകർത്തെറിഞ്ഞ ഈ ദുരന്തം അവരുടെ പ്രവചനങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു. COVID-19 മഹാമാരി 2020 ഒരു പുതിയ വൈറസ് പടരുമെന്നും അത് ലോകത്തെ ബാധിക്കുമെന്നും അവർ പ്രവചിച്ചിരുന്നു. ഇത് COVID-19 കുറിച്ചായിരുന്നു എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. 2030 ഇതിലും മാരകമായ ഒരു വകഭേദം വരാനിരിക്കുന്നു എന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൃത്യമായ പ്രവചനങ്ങൾ റയോ ടാറ്റ്സുഗിക്ക് ചുറ്റും ഒരുതരം നിഗൂഢതയുടെ വലയം തന്നെ തീർത്തിരിക്കുകയാണ്. ജനങ്ങൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ വാക്കുകൾക്ക് കാതോർക്കാൻ തുടങ്ങി. ഇനി നമ്മൾക്ക് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായ ജൂലൈ 5, 2025 വരാം. ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിൻ്റെ 2021 പരിഷ്കരിച്ച പതിപ്പിലാണ് ഈ തീയതിയെക്കുറിച്ച് വ്യക്തമായ പരാമർശമുള്ളത്. റയോ ടാറ്റ്സുഗി പ്രവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: 2025 ജൂലൈ 5 ജപ്പാനിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കും. കൂടുതൽ വിവരങ്ങൾ അവർ നൽകുന്നില്ലെങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ കടൽ തിളയ്ക്കുന്നതായും വലിയ കുമളകൾ ഉയരുന്നതായും കണ്ടതായി അവർ പറയുന്നു. ഇത് ഒരുപക്ഷെ കടലിനടിയിലുള്ള അഗ്നിപർവ്വത സ്ഫോടനമോ അല്ലെങ്കിൽ സമുദ്രാന്തർഭാഗത്തെ ഫലകങ്ങളുടെ കൂട്ടിയിടിയോ ആകാം. പ്രവചനത്തിൽ പറയുന്നതനുസരിച്ച് ഫിലിപ്പീൻസും ജപ്പാനും ഇടയിലുള്ള കടലിൻ്റെ അടിത്തട്ട് പിളരുമെന്നും 2011 സുനാമിയേക്കാൾ 3 ഇരട്ടി വലിയ തിരമാലകൾ ജപ്പാൻ്റെ തെക്കൻ തീരങ്ങളെയും സമീപ പ്രദേശങ്ങളെയും തകർത്തെറിയുമെന്നും അവർ പറയുന്നു. നങ്കൈ ട്രോഫ് എന്നറിയപ്പെടുന്ന ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ ഒരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യതയെക്കുറിച്ചും അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രവചനം ജപ്പാനെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളെയും വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ജൂലൈ 5 ഡിസാസ്റ്റർ എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് ഈ പ്രവചനം കാരണം ഉണ്ടായിരിക്കുന്നത്. ഹോങ്കോങ്ങിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് ബുക്കിങ്ങിൽ 83% വരെ കുറവുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് യെൻ നഷ്ടമാണ് ടൂറിസം മേഖലയ്ക്ക് ജപ്പാന് ഉണ്ടാകാമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ജപ്പാൻ സർക്കാർ ഈ പ്രവചനങ്ങളെ ശാസ്ത്രീയമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ജപ്പാനിലെ മിയാഗി ഗവർണർ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളോട്
ശാന്തരായിരിക്കുവാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. യാത്രാ പദ്ധതികൾ റദ്ദാക്കേണ്ട ആവശ്യമില്ലെന്നും അവർ പറയുന്നുണ്ട്. നമ്മൾ ഈ പ്രവചനങ്ങളെ എങ്ങനെ കാണണം? വെറുമൊരു മാങ്കാ കലാകാരിയുടെ സ്വപ്നങ്ങൾ മാത്രമായി തള്ളിക്കളയണോ അതോ ഗൗരവമായി എടുക്കണോ എന്നുള്ളതാണ്. ശാസ്ത്രീയമായി ഒരു ഭൂകമ്പമോ സുനാമിയോ എപ്പോൾ എവിടെ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രജ്ഞർ തന്നെ പറയുന്നു. റയോ ടാറ്റ്സുഗി പോലും തൻ്റെ പ്രവചനങ്ങൾ അമിതമായി ആശ്രയിക്കരുതെന്നും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രവചനങ്ങൾക്ക് പിന്നിലെ മുൻകാല കൃത്യത ഒരു യാദൃച്ഛികതയായി മാത്രം കാണാൻ പലർക്കും സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും ജപ്പാൻ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അതീവ ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് സംഭവിക്കുന്ന ഭൂകമ്പങ്ങളിൽ ഏകദേശം 18% ജപ്പാനിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ദുരന്തങ്ങൾ അവിടെ ഒരു യാഥാർത്ഥ്യമാണ്, എപ്പോഴും നടക്കുന്ന കാര്യമാണ്. ഈ പ്രവചനം യഥാർത്ഥത്തിൽ ഒരു ഭീഷണിയേക്കാൾ ഉപരി ഒരു ഓർമ്മപ്പെടുത്തലായി കാണാവുന്നതാണ്. പരിഭ്രാന്തരാകാതിരിക്കുക, ഏറ്റവും പ്രധാനം അതാണ്. അമിതമായ ഭയം നമ്മളെ തെറ്റായ തീരുമാനങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഭൂകമ്പം, സുനാമി, വെള്ളപ്പൊക്കം തുടങ്ങിയവ നമ്മുടെ ചുറ്റും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് ഓർക്കുക. തയ്യാറെടുപ്പുകളൊക്കെ നടത്താവുന്നതാണ്. പ്രവചനങ്ങൾ സത്യമായാലും ഇല്ലെങ്കിലും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നാം സജ്ജരായിരിക്കണം. അറിവ് നേടുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. സുനാമി മുന്നറിയിപ്പുകൾ എങ്ങനെ നിരീക്ഷിക്കണം, ഭൂകമ്പമുണ്ടായാൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. വിശ്വസനീയമായ വിവരങ്ങൾ തേടണം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന എല്ലാ വ്യാജ വാർത്തകളെയും തള്ളിക്കളയുക. ഔദ്യോഗിക ഏജൻസികളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക. ജപ്പാനിലെ ഈ സാഹചര്യം നമ്മുടെ കേരളത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മൾ ഒരു ഭൂകമ്പ സാധ്യതാ മേഖലയിൽ അല്ലായിരിക്കാം, പക്ഷേ പ്രകൃതി ദുരന്തങ്ങൾ നമുക്കും അന്യമല്ല. 2018 മഹാപ്രളയം നമ്മൾ മലയാളികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ്. പ്രവചനങ്ങൾ ഇല്ലാതിരുന്നിട്ടും ആ ദുരന്തം നമ്മളെ ഉലച്ചു കളഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും കടൽക്ഷോഭങ്ങളും നമ്മൾ നിരന്തരം അഭിമുഖീകരിക്കുന്നു. അതുകൊണ്ട് റയോ ടാറ്റ്സുഗിയുടെ പ്രവചനം ജപ്പാനിൽ വലിയ സ്വാധീനം ചെലുത്തുമ്പോൾ നമ്മൾക്ക് ഇതൊരു പാഠമായി എടുക്കാം. പ്രകൃതിയെ മാനിക്കാനും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാനും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനായിട്ട് സജ്ജരാകാനും ഇത് നമ്മളെ പ്രേരിപ്പിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. നമ്മുടെ വീടുകളും ചുറ്റുപാടും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. സമൂഹത്തിൽ കൂട്ടായ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യകത ഉണ്ട്. മറ്റന്നാൾ ജൂലൈ 5 ജപ്പാനിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഒന്നും സംഭവിച്ചില്ലെന്ന് വരാം. അങ്ങനെയെങ്കിൽ അത് നമുക്ക് ആശ്വാസമാകും. എന്നാൽ ഒരു പ്രവചനം സത്യമായാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ വലുതാണ് തയ്യാറെടുപ്പുകളില്ലാതെ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഭൂകമ്പങ്ങൾ പോലെ സുനാമികളും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും എപ്പോൾ വേണമെങ്കിലും വരാം. റയോ ടാറ്റ്സുഗിയുടെ പ്രവചനം ഒരുപക്ഷെ യാദൃച്ഛികമായിരിക്കാം, പക്ഷേ പ്രകൃതിയുടെ ശക്തിയെയും അതിൻ്റെ പ്രവചിക്കാനാവാത്ത ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം അവശേഷിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭാവിയുടെ നിഴലുകളാണോ ഈ പ്രവചനങ്ങൾ, അതോ വെറും മിഥ്യാബോധമോ? ഉത്തരം എന്തുതന്നെയായാലും ജാഗ്രതയോടെയും തയ്യാറെടുപ്പോടെയും മുന്നോട്ട് പോകുക എന്നതാണ് പ്രധാനം. നമ്മൾ ജീവിക്കുന്നത് സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും പുരോഗതിയുടെ കാലത്താണ്. എന്നാൽ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. റയോ ടാറ്റ്സുഗിയുടെ പ്രവചനം സത്യമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് ദിവസങ്ങൾക്കകം നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് ഒരു വലിയ മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരായിരിക്കുക എന്നാണ് പ്രധാനം. പ്രകൃതിയെ സംരക്ഷിക്കുക. തയ്യാറെടുപ്പുകളോടെയും ഭയരഹിതരായും നമുക്ക് ഏത് വെല്ലുവിളികളെയും നേരിടാൻ കഴിയട്ടെ. കേരളം പ്രകൃതി ദുരന്തങ്ങളെ പലതവണ അതിജീവിച്ച നാടാണ്. ആ കരുത്ത് നമ്മളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വീണ്ടും നിലനിർത്താം. ജാഗ്രതയോടെയും പ്രതീക്ഷയോടെയും നമുക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.